തെന്നലിൻ താളം നിലച്ചു, പൂങ്കുലയൊന്നൻ മാറിൽ പതിച്ചു. പൂകൾ കണ്ട് പൂക്കളായി തീരുവാൻ കൊതിച്ചയൻ മേനിയിൽ പൂവുകളുടെ ഭാരമേറിടുന്നു. ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയൻ ബാല്യകാല നാളുകൾ, അന്ത്യചുംബനങ്ങളാം വിലാപകാവ്യങ്ങൾ ഇന്നൻ യാത്രയ്ക്ക് വഴി ചൊല്ലിടുന്നു. കണ്ണുനീരിൻ മകനായി പിറന്ന് കണ്ണുകളിൽ പ്രകാശം പരത്തി, ഇന്നിതാ എൻ മേനിയിൽ പതിക്കുന്നു വിലാപകീർത്തനങ്ങളാം കണ്ണുനീർത്തുള്ളികൾ. മണ്ണിൽ കളിച്ച നേരങ്ങളിൽ, മണ്ണപ്പം വച്ചു വിളമ്പിയ നേരങ്ങളിൽ, മണ്ണുമേനിയിൽ പതിക്കുന്ന കഥകളൊന്നും ഞാനറിഞ്ഞില്ല. മണ്ണുമേനിയിൽ പതിച്ച നേരം ഉയരുന്നു തേങ്ങൽ രക്തബന്ധങ്ങളിൽ. മണ്ണിൻ ഭവനത്തിൽ അതിഥിയായി കവാടം വച്ചു മൂടിയപ്പോൾ തനിച്ചായല്ലോ എന്നൊരു തേങ്ങൽ, തനിച്ചായല്ലോ എന്നൊരു തേങ്ങൽ, തനിച്ചായല്ലോ എന്നൊരു തേങ്ങൽ. സത്യത്തിൽ നമുക്ക് ആത്മബന്ധമുള്ളവർ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ദൈവം സഖിയായി തന്നവർ, നമ്മുടെ ആത്മമിത്രങ്ങൾ, നമുക്ക് ആത്മബന്ധമുള്ള ഗുരുക്കൾ, ഇവരൊക്കെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് ഈ തനിച്ചായി പോയി എന്നൊരു തോന്നൽ. വേദഭാഗത്തെ സാധൂകരിക്കും വിധം, ഈ കവിതയെ സാധൂകരിക്കും വിധം വേദപുസ്തകം നമുക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വേദവാക്യവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: മോശ യോസഫിന്റെ അസ്ഥികൾ എടുത്തുകൊണ്ടുപോന്നു. മോശ യൗസേപ്പിന്റെ അസ്ഥികൾ എടുത്തുകൊണ്ടുപോന്നു. വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന പിതാക്കന്മാരിൽ ഒരുപാട് പേർ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സ്മൃതിലയത്തിലുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് യൗസേപ്പ്. എന്നാൽ ഈ കഥകളൊക്കെ രചിച്ചത് ഇസ്രായേൽ ജനതയെ മഹാനായി തേരാളിയായി നയിച്ച മോശ എന്ന പ്രവാചകനാണ്. നിങ്ങൾക്കറിയാലോ മോശയെ എങ്ങനെ നമുക്ക് നിർവചിക്കാൻ കഴിയും? വേദപുസ്തകം നമ്മോട് പരിചയപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം അവസാനത്തെ 34-ാം അധ്യായത്തിൽ അവസാനത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായം അവസാനത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. വാക്യം വേണമെങ്കിൽ പറയാം. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യം: യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ മോശയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ചില വാചകങ്ങൾ ഇങ്ങനെയാ: ദൈവത്തെ മുഖാമുഖം ദർശിച്ച ഇസ്രായേലിന്റെ പ്രവാചകൻ. ഇസ്രായേൽ ജനതയ്ക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വിരലുകളാൽ, അഗ്നി വിരലുകളാൽ എഴുതപ്പെട്ട കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഇസ്രായേലിന്റെ പ്രവാചകൻ. ഇസ്രായേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനും ധീരനുമായ പ്രവാചകൻ. ഇസ്രായേൽ ജനതയെ അടിമവീടായ മിസ്രയീം ദേശത്ത് നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് വിളിച്ചിറക്കിയ ഫറവോന്റെ സന്നിധിയിൽ വളർന്നവൻ, ന്യായശാസ്ത്രിമാരിൽ വിദഗ്ധനായവൻ, അത്രയും ശക്തനും ധീരനുമായ ഒരു പ്രവാചകൻ. അവൻ ഇസ്രായേൽ ജനതയെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് വിളിച്ചിറക്കുന്ന രാത്രിയിൽ, ആ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പെസഹ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട രാത്രി, മിസ്രൈമ്യർ മുഴുവൻ ആദ്യജാതന്മാരുടെ മരണത്താൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. ഇസ്രായേൽ ജനതയോട്, മിസ്രൈമ്യ ജനതയോട് ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ ആരാധന അണയ്ക്കുവാനായി മിസ്രൈമിലെ സർവ സമ്പത്തും അവരോട് ചോദിച്ചു വാങ്ങി
മരുഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. ആ രാത്രിയിൽ അവർ കുഴച്ചു വെച്ച മാവ് പുളിക്കുന്നതിന് മുമ്പ് അവർ അത് എടുത്തുകൊണ്ടിറങ്ങി. അതുകൊണ്ട് ആ ദിവസത്തെ ദൈവം പെസഹ എന്ന പേരിൽ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന പേരിൽ ആ ദിവസത്തെ വേർതിരിച്ചു. ആ രാത്രിയിൽ മോശ എന്ന പ്രവാചകൻ താൻ പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുക. എന്താ ദൗത്യം? നമ്മൾ വായിച്ചു കേട്ടു, യൗസേപ്പിന്റെ അസ്ഥികൾ പറക്കുന്നു. എന്തിനിത് പറക്കിയെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നിടത്ത് ഒരു കഥ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ അവിടെ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. യോസഫ് എന്ന ആ വലിയ മനുഷ്യൻ, ആരാ യോസഫ്? മിസ്രൈം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമൃദ്ധനായ ഭരണാധികാരി, മിസ്രൈമിന്റെ മന്ത്രി. ഫറവോ കഴിഞ്ഞാൽ മിസ്രൈമിനെ നയിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഇസ്രായേലിന്റെ പിതാക്കന്മാരിൽ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ശേഷം ദൈവം തെരഞ്ഞെടുത്ത യാക്കോബിന്റെ 11ാമത്തെ പുത്രൻ മിസ്രൈമിലെ മന്ത്രിയായിരിക്കെയാണ് അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറഞ്ഞു പോകുന്നത്. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നു. 25-ാമത്തെ വാക്യം, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ജോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗം ഇട്ടു. അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ജോസഫിന്റെ കഥ അവിടെ അവസാനിക്കുക. എന്നാൽ അടുത്ത പുസ്തകം ആരംഭിക്കുന്നിടത്ത് ജോസഫിനെ അറിയാത്ത ഫറവോയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് വേദഭാഗം, പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത്. നോക്കിയേ, ഒരു മനുഷ്യൻ തന്റെ കാലാന്ത്യത്തിൽ, അതുകൊണ്ടാണ് ഈ പാട്ട്, ഈ വരികൾ ശീമാ നമസ്കാരത്തിന്റെ ശനിയാഴ്ച സന്ധ്യയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. ദൈവത്തിൻ തിരുനാമത്തിൽ ചൊന്നാൻ സോദരരോട് യൗസേപ്പ് അവസാനം മൃതിവേളയതിൽ മിസറേമീന്നൻ അസ്ഥികളും പോകേണം കൊണ്ടൻ പ്രിയരെ താങ്ങും നിങ്ങളെ നിഖിലേശൻ താങ്ങും. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അന്നാളിൽ നിങ്ങൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകണമെന്ന് പറഞ്ഞു ജോസഫ് തന്റെ സഹോദരങ്ങളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോശ ഈ അസ്ഥികൾ പറക്കുന്നതെന്ന് വേദഭാഗം സാക്ഷിക്കുകയാണ്. അപ്പോ നമ്മൾ ആ വേദഭാഗത്തിന് കുറച്ച് ആഴത്തിൽ ചിന്തിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ജോസഫ് എന്ന മനുഷ്യൻ ജീവിച്ച് മരിച്ച് 400 വർഷങ്ങൾക്കപ്പുറമാണ് മോശ എന്ന വലിയ പ്രവാചകൻ ഈ അസ്ഥികൾ പറക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ജോസഫിനെ എങ്ങനെ അടക്കിയെന്ന വേദപുസ്തകം പറയുന്നത്? അവനെ സുഗന്ധവർഗമിട്ട് മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. മിസ്രൈമിൽ സുഗന്ധവർഗമിടുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? 2000-3000 വർഷം പഴക്കമുള്ള ഇതുപോലത്തെ ശരീരങ്ങൾ ഇന്നും മിസ്രൈമിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ? മമ്മികളാക്കി, അല്ലേ? അതുപോലെ സുഗന്ധവർഗമിട്ട് മിസ്രൈമിൽ ഒരു പ്രധാന മന്ത്രിയായിരുന്ന ജോസഫിന്റെ അസ്ഥികളും ജോസഫിന്റെ ശരീരവും അടക്കം ചെയ്തിട്ടുള്ള എങ്ങനെയാ? ഇതുപോലെ സുഗന്ധവർഗമിട്ട, ചെയ്യാൻ വിട്ടുകൊടുക്കാതെ, അഴുകിപ്പോകാൻ വിട്ടുകൊടുക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുക. നിങ്ങളുടെ മെമ്മറിയിൽ അത് വരട്ടെ. അപ്പോ വീണ്ടും എന്റെ ചോദ്യം ഇതാണ്, ഈ അസ്ഥികൾ പറക്കിയെടുക്കുമ്പോ മോശയ്ക്ക് എത്ര പ്രായമുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു? ആവർത്തന പുസ്തകം, നമുക്കൊരു കാൽക്കുലേഷനിലേക്ക് വരാം. ആവർത്തന പുസ്തകം 37-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇനി ഒരു കാൽക്കുലേഷൻ വെച്ചേ. 120 വയസ്സുള്ള ആരെങ്കിലും ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി അടുത്ത കാൽക്കുലേഷൻ വെക്കുക. 120 വയസ്സുള്ള മോശ എത്രാമത്തെ വയസ്സിലായിരിക്കും ഈ ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലേക്ക് വിളിച്ചിറക്കിയിട്ടുണ്ടാവുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. മരുഭൂമി പ്രയാണകാലം എത്ര വർഷ? 40. അന്നേരം 120 - -40 എത്ര വയസ്സായി? മിനിമം
80 വയസ്സ്, മിനിമം 80 വയസ്സ് മോശയ്ക്കുണ്ട്. എന്നാൽ മോശ ഈ മരുഭൂ പ്രയാണകാലം കഴിഞ്ഞ് പാലും തേനും കനാൻ ദേശത്തേക്ക് കയറിയോ? ഇല്ല. ഒരു പക്ഷേ അവസാനത്തെ 10 വർഷം മോശ ആ കൂട്ടത്തിൽ ഇല്ലെന്ന് വെക്കുക. അങ്ങനാണെങ്കിൽ 80 + 10 അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 90 വയസ്സ് മിനിമം. മോശയുടെ പ്രായം എന്ന് പറയുന്നത് എത്ര? 90 വയസ്സ്. 90 വയസ്സ് വൃദ്ധനായ ഒരു മനുഷ്യൻ. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രം വരട്ടെ. 90 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ മനുഷ്യൻ, അവൻ ഇസ്രായേൽ ജനതയെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഇറക്കുകയാണ്. എത്ര പേരായിരുന്നു എന്നറിയാവോ? ഇസ്രായേൽ ജനത 6 ലക്ഷം വരുന്ന ജനത. 6 ലക്ഷം വരുന്ന ജനത. അവരുടെ സമ്പത്തോ ചെറുതല്ല. ആടുമാടുകൾ, പക്ഷിമൃഗാദികൾ സർവ്വ എണ്ണത്തെയും അവർ മരുഭൂമിയിലേക്ക് അവിടെ വെച്ച് സമ്പാദിച്ച് സർവ്വതും, അടിമ വീടായിരുന്നിട്ടും മിസ്രൈം മുഴുവൻ കൊള്ളയിട്ടുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. അത്രമാത്രം സമ്പത്തുമായിട്ടാണ് ഇസ്രായേൽ ജനത 6 ലക്ഷം വരുന്ന ജനതയെ മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. 6 ലക്ഷം വരുന്ന ജനതയെ നയിക്കുവാൻ 90 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ഇസ്രായേൽ ജനതയെ നിയമങ്ങൾ കൊടുത്ത എന്താണെന്നറിയാവോ? ഈ മരുഭൂമിയിൽ ഇറങ്ങിയതിന് ശേഷം അതിന് മുന്നേ ഉള്ളത് എന്തൊക്കെയാ? വടി. ആര് കൊടുത്തതാ? ദൈവം കൊടുത്തത്. ഹോറേബ് പർവ്വതത്തിങ്കൽ വെച്ച് ഇസ്രായേൽ ജനതയെ നയിക്കണമെന്ന് പറയുമ്പോ, ഞാൻ വിക്കനാണ്, ഞാൻ അശക്തനാണെന്ന് പറയുമ്പോ ദൈവം അവനെ ശക്തീകരിക്കാൻ അവന്റെ കയ്യിലിരുന്ന വടി, ഊന്നുവടി നിലത്തിടാൻ പറഞ്ഞു. അതെന്തായി? ആ കഥകളിലേക്ക് പോകുന്നില്ല. ഇസ്രായേൽ ജനതയെ നയിക്കുവാനായി ദൈവം അവനൊരു അടയാളമായി നൽകിയ വടി, മറുതോളിൽ ഒരു മാറാപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ സഞ്ചി. അവൻ അതുമായി ഓടിച്ചെല്ലുക. എവിടേക്കാ? യോസഫിന്റെ ശവകുടീരത്തിനരികിലേക്ക്. അവിടെ ചെന്ന് അദ്ദേഹം കാണുകയാണ് ചില കാഴ്ചകൾ. മോശ അതിൽ നിന്ന് പറക്കിയെടുത്ത യൗസേപ്പിന്റെ അസ്ഥികളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മറക്കാതിരിക്കട്ടെ, മോശ പറക്കിയ യൗസേപ്പിന്റെ അസ്ഥികൾ. അസ്ഥികളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യ ശരീരത്തെ കുറിച്ച് നമുക്ക് ചില കഥ പറയാം. എൻ്റെ വല്യപ്പച്ചൻ, അദ്ദേഹം 26 വർഷങ്ങൾക്ക് മുന്നേ മരിക്കുമ്പോൾ അദ്ദേഹത്തെ കബറടക്കി. അതിനുശേഷം കഴിഞ്ഞ ഒരു 15 വർഷം മുന്നേ ആ കല്ലറ ഫാമിലി വോൾട്ടാക്കി മാറ്റാൻ, അത് കുടുംബക്കല്ലറയാക്കി മാറ്റാൻ പ്ലാൻ ചെയ്തു. ഇടവകയുടെ അനുവാദം വാങ്ങി. എൻ്റെ അപ്പൻ അവിടെ ജോലിക്കാരെ കൊണ്ടുവന്ന് അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ നിൽക്കുക, ആഴം കൂട്ടുക. അപ്പോൾ ഇത് പൊളിക്കുന്നതിനിടയ്ക്ക് എൻ്റെ അപ്പനോട് ആ ജോലിക്കാർ പറഞ്ഞു, സാർ ഒരു കാര്യം പോയി ഒരു 2 മീറ്റർ വെള്ളത്തുണി, കോട്ടൺ തുണി വാങ്ങിക്കൊണ്ട് വാ, അപ്പോഴത്തേക്ക് ഞങ്ങളിത് പൊളിക്കാം. അപ്പൻ പോയി 2 മീറ്റർ വെള്ളത്തുണിയുമായി വന്നു. വരുമ്പോൾ ഇവർ ഈ കല്ലറ പൊളിച്ചു. അതിനുള്ളിൽ പെട്ടി എങ്ങനെ വെച്ചിരുന്നോ ആ പെട്ടിയിൽ എല്ലാം ദ്രവിച്ചു പോയി. അതിനുള്ളിൽ പോളിസ്റ്റർ തുണി അടിക്കുമല്ലോ, അല്ലയോ? വെള്ളപ്പെട്ടി നിങ്ങൾ കാണുമല്ലോ, പോളിസ്റ്റർ തുണി അതിനകത്ത് അടിച്ചിരിക്കുന്നത്. ആ തുണി അതുപോലുണ്ട്. അതിന് മുകളിൽ വല്യപ്പൻ്റെ അസ്ഥികൾ മാത്രമുണ്ട്. പല്ലും നഖവും മുടിയും എല്ലാം ഉണ്ട്. അപ്പൻ്റെ കയ്യിലിരുന്ന 2 മീറ്റർ തുണി, മടക്കി പിടിച്ച തുണിയിലേക്ക് വല്യപ്പൻ്റെ ഇതുണ്ടല്ലോ, അതിങ്ങനെ കൊട്ടിയിട്ടു. മനുഷ്യൻ എത്ര ഞെളിഞ്ഞു നിന്നാലും, എത്ര ആകാര ഭംഗിയുള്ളവനായാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, ഒരു ചട്ടിയിൽ കൊള്ളാൻ അത്രയും മാത്രം. ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പണിക്കൊക്കെ ഉപയോഗിക്കുമല്ലോ, സിമെൻ്റൊക്കെ കൂട്ടാനും കോരി കൊടുക്കാനും ഒക്കെ. അതിൽ കൊള്ളാവുന്ന അത്രയും അസ്ഥികളേ ഉള്ളൂ. മറക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? 206 അസ്ഥികളുണ്ട്. ഏറ്റവും വലുത് ഏതാണെന്നറിയാമോ? തുടയല്ല്, ഇടുപ്പ് മുതൽ കാലിൻ്റെ മുട്ട് വരെയുള്ള എല്ല്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മോശ യൗസേപ്പിന്റെ അസ്ഥി കൂമ്പാരത്തിൽ നിന്ന് പറക്കാൻ സാധ്യതയുള്ള അസ്ഥികൾ ഏതാണ്? വീണ്ടും ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുക. മനുഷ്യന് സാധാരണഗതിയിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, മനുഷ്യനെ നമ്മൾ എപ്പോഴും ഈ അസ്ഥികൾ എന്ന് പറയുന്ന അവൻ്റെ കഴിവിനെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കാനാണ്. നമ്മൾ ചില മനുഷ്യരെ കുറിച്ച് പറയുമല്ലോ, നട്ടല്ലുള്ളവനാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവൻ നട്ടല് വളക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറച്ച തീരുമാനമുള്ളതാണ് ആള്, ആരുടെയും മുന്നിൽ തലകുനിക്കില്ല എന്നൊക്കെ പറയും. എന്ന് കരുതി നട്ടല് വളയാത്തതാണോ? മനുഷ്യ ശരീരത്തിൽ വളയുന്ന ഏതെങ്കിലും ഒരു അസ്ഥി ഉണ്ടെങ്കിൽ ഏതേ ഉള്ളൂ? നട്ടല്ലെന്ന് പറയുന്ന ഒറ്റ അസ്ഥിയല്ല, അത് കശേരിക്കുള്ള പല സംഗതികളാണ്. പോട്ടെ,
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില പ്രത്യേകതകളാണ്, അല്ലാതെ തന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണോ? അങ്ങനെ ആകുമ്പോൾ നിങ്ങളോട് ഞാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, അതിലേക്ക് വരാം. മറ്റൊരു പ്രത്യേകത കൂടി പറയാം. നമ്മൾ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടല്ലോ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ എന്ന് കരുതി എല്ലൊടിച്ചിട്ടാണ് പണിയെടുക്കുന്നത്? അല്ലല്ലോ. അധ്വാനിക്കുമെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കാന്നാ പറഞ്ഞത്. ഓക്കെ, എനിവേ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മളും ഇതുപോലെ ഒരു സത്യം ചെയ്യിച്ചു എന്ന് വിചാരിക്കുക, സമയം അങ്ങ് പോവാ. ഇപ്പൊ നമ്മുടെ മക്കളെല്ലാം വിദേശങ്ങളിൽ പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക. അങ്ങനെ നമ്മുടെ ഒരു കൊച്ച്, നമ്മുടെ മോള് കെട്ടിയോ കെട്ടാതെയോ ജർമ്മനിക്ക് പോയി എന്ന് വെക്കുക. ജർമ്മനി ചെന്നു, അതിനുശേഷം കല്യാണം നടന്നു, കുഞ്ഞുങ്ങളായപ്പോൾ സ്വാഭാവികമായും എന്ത് വേണം? കുഞ്ഞിനെ നോക്കാൻ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരും, അല്ലയോ? കേരളത്തിൽ പോലല്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിൽ ഒരാൾ നിർബന്ധമായും, 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ നിർബന്ധമായും വീട്ടിലൊരാൾ വേണം. അങ്ങനെ നമ്മളെയും കൊണ്ടുപോയി. പുതുപ്പള്ളിയിൽ നിന്ന് നമ്മളങ്ങനെ എവിടെ ചെന്നു? ജർമ്മനിക്ക് ചെന്നു. അവിടെ ചെന്ന് കുഞ്ഞിനെ നോക്കുന്നത് 2-3 മാസം എടുക്കുന്നതിനിടയിലാണ് ഒരു നെഞ്ചുവേദന വന്നു. നമ്മുടെ മോളെയും മരുമോനെയും അല്ലെങ്കിൽ മോനെയും മരുമോളെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഞാനിവിടെ കിടന്ന് മരിച്ചു പോകുമെന്നാണ് തോന്നുന്നത്, നീ ഒരു കാര്യം ചെയ്യണം, ഞാനിവിടെ മരിച്ചു പോവുകയാണെങ്കിൽ പുതുപ്പള്ളി പള്ളിയിൽ അവിടെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അവരെ അടക്കിയിരിക്കുന്ന കല്ലറയിൽ എന്നെ കൊണ്ടുപോയി അടക്കണം. നമ്മുടെ മക്കൾ ചെയ്യുവോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? കൈയൊന്നും പൊക്കണ്ട. ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്ക് ഇന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കാമെങ്കിലേ 1,10,000 രൂപ ജർമ്മനിക്ക് പോകാനുള്ള മിനിമം ടിക്കറ്റ് റേറ്റ്. മരിച്ചു കഴിഞ്ഞാലോ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നത്? അമ്മച്ചിയെ കൊണ്ട് വെയിറ്റ് നോക്കും. 90 കിലോ ഒന്നിന് 40 യൂറോ അല്ലെങ്കിൽ 50 യൂറോ കൊണ്ടുവരുമോ നമ്മുടെ മക്കള്? പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഇന്നത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, 90 വയസ്സോളം പ്രായമായ പടുവൃദ്ധനായ മോശ എന്ന ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനും ധീരനുമായ പ്രവാചകൻ ഇസ്രായേലിനെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് വിളിച്ചിറക്കുക. 6 ലക്ഷം വരുന്ന ജനത, അവർക്ക് മുന്നിൽ പടുവൃദ്ധൻ കുനിഞ്ഞു പോകാതിരിക്കാൻ. അങ്ങനാണോ? അല്ല. എങ്ങനെ നമ്മൾ വായിച്ചേ? 120 വയസ്സുള്ളവനായി മരിച്ചു, കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. കുറെ പേര് അപ്പുറത്ത് ഇപ്പുറത്ത് കസേരയിൽ ഇരിപ്പുണ്ട്, കുറെ പേര് ഇവിടെ ചാരി ഇരിപ്പുണ്ട്. വളരെ പാടുപെട്ട, അല്ലയോ? എന്തുകൊണ്ടാ? 40 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, കണ്ണ് മങ്ങിപ്പോയി, ദേഹബലം ക്ഷയിക്കുന്നു, അല്ലയോ? നിലത്തിരുന്നിട്ടൊന്ന് എഴുന്നേക്കണമെങ്കിൽ വലിയ പാടാ. ഓക്കെ, 90 വയസ്സായ ആരും ഈ കൂട്ടത്തിലില്ലല്ലോ. 90 വയസ്സായോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. അന്നേരം 120 വയസ്സുള്ളവന്റെ കാര്യം പറയുക. എന്താ? കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന വേദപുസ്തകത്തിൽ വായിക്കുന്നത്. പോട്ടെ, അതിലേക്ക് വരിക. 90 വയസ്സുള്ള വൃദ്ധനായ മനുഷ്യൻ, നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രം വരട്ടെ. ആ മനുഷ്യൻ ഒരു കല്ലറയുടെ തീരത്ത് പോയി നിൽക്കുക. ഓരത്ത് പോയി നിന്ന് ഒരു കയ്യിൽ വടി, മറുതോളിൽ ഒരു സഞ്ചി. ആ സഞ്ചി അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ആ മനുഷ്യൻ കുനിഞ്ഞ് ആ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കുക. അദ്ദേഹം കാണുന്നത് സാക്ഷ്യത്തിന്റെ ഒരു അസ്ഥി കൂമ്പാരമാണ്. അതുകൊണ്ട് മോശ എടുത്ത 1ാമത്തെ അസ്ഥിക്ക് ഞാൻ നൽകുന്ന ഒരു പേര് സാക്ഷ്യത്തിന്റെ അസ്ഥി എന്നാണ്. എന്താ? സാക്ഷ്യത്തിന്റെ അസ്ഥി. സാക്ഷ്യത്തിന്റെ അസ്ഥി എന്നതിന് അങ്ങനെ ഒരു പേരിടാൻ ഒരു കാരണമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്താ കഥയെന്നറിയാവോ? കഥ ഞാൻ വായിക്കാം. 31-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. കല്ല് കൂട്ടുവെന്ന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്തൊരു കൂമ്പാരം ഉണ്ടാക്കി. കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സാഹദൂദ, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. നമ്മൾ കഥ പറഞ്ഞു വരുന്ന ആരുടെയാ? ജോസഫിന്റെയാ, അല്ലയോ? ജോസഫിന്റെ അസ്ഥി മോശ പറക്കിയതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, ഈ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ കഥകൾ പറഞ്ഞു വരണമല്ലോ. ജോസഫ് ആരുടെ മകനാ?
വേണ്ട, തിരിച്ചു വരാം. അബ്രഹാമിന് എത്ര മക്കളാ? മക്കളെ എണ്ണം വേണ്ട. അബ്രഹാമിന്റെ ഒരു മകൻ ഇസഹാക്ക്. ഇസഹാക്കിന് എത്ര മക്കളാ? 2. ആരൊക്കെയാ? ഒന്നാമൻ ഏശാവ്, രണ്ടാമൻ യാക്കോബ്. യാക്കോബിന് എത്ര മക്കളാ? 12 ഉള്ളോ? 13. ദീന എന്നൊരു പെൺകുട്ടിയുടെ ഉണ്ട്. അപ്പോ 13 മക്കൾ. അവളിൽ ആ 13 മക്കളിൽ 11ാമത്തവനായി ആര് ജനിച്ചു? ജോസഫ് ജനിച്ചു. ജോസഫ് ജനിക്കുന്നതിന് മുമ്പ് അവന്റെ അപ്പനായ യാക്കോബ് തന്റെ അപ്പനെയും പറ്റിച്ചു, തന്റെ സഹോദരനായ ഏശാവിനെയും പറ്റിച്ചിട്ട് അവൻ യാത്രയാവുകയാണ്. പേടിച്ചിട്ടാണ്, കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട് അവൻ പോവുക. ആട്ടിൻ തോലണിഞ്ഞ ഈ ചെന്നായി അപ്പനെ പറ്റിച്ചു. അല്ലയോ? അങ്ങനല്ലേ കഥ? ഓക്കെ, പറ്റിച്ചു. ഒരു ദിവസത്തെ യാത്ര, പകൽ മുഴുവൻ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായത് ഇന്ന് അന്തി ഉറങ്ങാൻ ഇടമില്ല, തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അവൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ചു, അതിൽ കിടന്നുറങ്ങി. രാത്രിയിൽ അവനൊരു ദർശനം കണ്ടു. എന്താ? സ്വർഗത്തോളം എത്തുന്ന ഗോവണി, അതിൽ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. അവൻ ആ കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് അവൻ ഒരു പ്രതിജ്ഞ ചെയ്തു, ഞാൻ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ എന്തെങ്കിലും ഈ മണ്ണിൽ മടങ്ങി വരുമെങ്കിൽ യഹോവയ്ക്ക് ഇവിടെ ഒരു യാഗപീഠം പണിയുമെന്ന് പറഞ്ഞിട്ട് അവൻ ആ കല്ല് തൂണായി നിർത്തി അവിടെ ഓടിപ്പോയി. അവൻ ചെന്നത് അവന്റെ അമ്മാച്ചൻ, ഇവിടൊക്കെ അമ്മാച്ചൻ എന്നില്ല, അമ്മയുടെ ആങ്ങളെ എന്താ വിളിക്കുന്നത്? അമ്മാച്ചൻ. അമ്മാച്ചൻ. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണേ. അപ്പോ അമ്മാച്ചന്റെ വീട്ടിൽ ചെന്നപ്പോ അവനൊരു മോഹം. അമ്മാച്ചന്റെ ഇളയ മോൾ, പേരെന്താ? റാഹേൽ. റാഹേലിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്ലാനിങ് ഒക്കെ സെറ്റാക്കി അമ്മാച്ചനോട് കാര്യം പറഞ്ഞു. പഴയ രീതിയല്ലയോ? അമ്മാച്ചൻ പറഞ്ഞു, നീ എനിക്ക് മെഹർ തരണം. മെഹർ കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം പുരുഷൻ. ഇപ്പോഴത്തെ പോലല്ല, സ്ത്രീധനം ഇങ്ങോട്ട് കിട്ടത്തില്ല, സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അവൻ 7 വർഷം അവിടെ വേല ചെയ്തു, ജോലി ചെയ്തു. ഒടുവിൽ അവൻ അവളെ വിവാഹം ചെയ്തു. ആദ്യ രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പം എന്താ പറ്റിയേ? ആള് മാറി. റാഹേലിനെ അവൻ സ്നേഹിച്ചു. കിട്ടിയതാരെയാ? ചേച്ചി ലേയയാ. അവൻ അമ്മാച്ചൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താ അമ്മായിയപ്പ അല്ലേ, ഇപ്പൊ അമ്മായിയപ്പനായില്ലയോ ഈ പരിപാടി കാണിച്ചതെന്ന്. ലാബാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മോനെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവുണ്ടോ? മൂത്തതിനെ നിർത്തിയിട്ട് അനിയത്തിയെ കെട്ടിക്കുവോ? ഇല്ല. അക്ഷരാർത്ഥത്തിൽ യാക്കോബിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുക. എന്താ? അനിയത്തിയെ മോഹിച്ചു അല്ലേ, അനിയത്തിയെ കാണിച്ചു, ചേട്ടത്തിയെ കെട്ടിച്ചു, ലേയെ കെട്ടി. നിവൃത്തിയില്ലാതെ അവൻ വീണ്ടും പറഞ്ഞു ഇത് ചതിയായി പോയെന്ന്. അപ്പോ ലാബാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 7 വർഷത്തോട് ഇവിടെ നില്ല്, ഞാൻ നിനക്ക് അവളെയും കൂടെ കെട്ടിച്ചു തരാം. അവൻ വീണ്ടും അവിടെ നിന്നു. 7 വർഷം വേല ചെയ്തു, റാഹേലിനെ കെട്ടി. വീണ്ടും ഒരു 6 വർഷം വേല ചെയ്തു. മൊത്തം 20 വർഷത്തെ അടിമവേലയ്ക്കൊടുവിൽ അവൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങുന്ന സന്ദർഭം റാഹേൽ എന്ത് ചെയ്തെന്ന് അറിയാം? അപ്പന്റെ ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. ഗ്രഹവിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ വസ്തുവകകളുടെ പ്രമാണം, അല്ലെങ്കിൽ അവർ ഈശ്വര ആരാധന നിർവഹിച്ചിരുന്ന സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉള്ള എന്തോ വിഗ്രഹങ്ങളാണ്. എന്തായാലും അവൾ അത് മോഷ്ടിച്ചു. ലാബാൻ വീട്ടിലില്ലായിരുന്നു. ലാബാൻ തിരിച്ചു വരുമ്പോ മനസ്സിലായി തന്റെ ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. അടിച്ചോണ്ട് പോയതാരാ? മരുമോൻ തന്നെ. പിടിക്കണവനെ. അവന്റെ ദാസന്മാരുമായി വന്നു. യാക്കോബ് പറഞ്ഞു, നീ ഏതെങ്കിലും, എനിക്ക് ഭാര്യ മക്കളും ഒരുപാട് പേരുണ്ടല്ലോ, ഇങ്ങനെ കൂടാരങ്ങൾ അടിച്ചടിച്ച് വെച്ചേക്കുക, ഏതെങ്കിലും കൂടാരത്തിൽ കയറി നീ പരിശോധിച്ചോ, എവിടെങ്കിലും വെച്ച് നിനക്ക് അത് കിട്ടുകയാണെങ്കിൽ ആയുഷ് പര്യന്തം ഞാൻ നിനക്ക് അടിമവേല ചെയ്തോളാം. ലാബാൻ കൂടാരങ്ങൾ ഓരോന്നൊന്നായി കയറി ഇറങ്ങി. റാഹേലിന്റെ കൂടാരത്തിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, അപ്പാ, എനിക്ക് എഴുന്നേക്കാൻ നിവർത്തിയില്ല, സ്ത്രീകളുടെ പതിവ് എനിക്ക് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? കുതിരക്കോപ്പുകളുടെ ഇടയിൽ ഈ ഗ്രഹവിഗ്രഹങ്ങൾ ഒളിച്ചു വെച്ചിട്ട് അതിന്മേൽ അവളിങ്ങനെ അവളുടെ വസ്ത്രം വിരിച്ച് അതിന്മേലിരുന്നു. അപ്പൻ വന്നിട്ട് എഴുന്നേറ്റില്ല. അപ്പന്റെ പാട്ടിന് പോയി. ഗ്രഹവിഗ്രഹങ്ങൾ ലാബാനെ കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ ലാബാനോട്, ഇങ്ങനെ നിൽക്കുന്ന ലാബാനോടാണ് യാക്കോബ് പറയുന്നത്, അവന്റെ സഹോദരങ്ങളും മക്കളും എല്ലാം ചേർന്നവരോട് പറയുക, കല്ല് പറക്കി കൂട്ടി വെക്കുക, നമ്മൾ ഇവിടെ വെച്ച് അത്താഴം കഴിക്കും. അമ്മായിയപ്പനൊക്കെയാ ശരിയാ, പക്ഷെ ഇന്ന് നമ്മളിവിടെ വെച്ച് തീരുമാനം ചെയ്യുക, അമ്മായിയപ്പന്റെ വഴി, എനിക്ക് എന്റെ വഴി, ഇനി നമ്മൾ തങ്ങൾ യാതൊരു ബന്ധവുമില്ല. ആ കല്ല് പറക്കി കൂട്ടി വെച്ചതിന്
സാക്ഷ്യത്തിന്റെ കൂടാരം എന്ന് പേരിട്ടു. ഈ സംഭവം നടക്കുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ നിന്ന് ഇത് വായിച്ചേ. ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ബാലൻ ആരാ? ജോസഫിന് വയസ്സ് 5 or 6 ആയിരിക്കും. പറയാൻ കാരണമുണ്ട്. ഇനി അത് അതിനോട് ചേർത്ത് ചോദിക്കട്ടെ, ആരാ ഈ സാക്ഷി എന്ന് പറഞ്ഞ? ഒരാളെ സാക്ഷി എന്ന് വിളിക്കുന്നെങ്കിൽ ആരെയായിരിക്കും? കണ്ടയാൾ അല്ലേ? അല്ലെങ്കിൽ കേട്ടയാൾ. ഞാനൊരു വക്കീലെന്ന നിലയിലാ. അപ്പോൾ സാക്ഷിയെ വിസ്തരിക്കും. സാക്ഷിയെ വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാര് വിസ്തരിക്കും. അങ്ങനെ കേട്ടിട്ടില്ലയോ നിങ്ങൾ? മീനാക്ഷി എന്ന് കേട്ടിട്ടില്ലയോ? എന്താ മീനാക്ഷി എന്ന് പറഞ്ഞ? മീൻ്റെ പോലെ അക്ഷി, കണ്ണ് ഉള്ളവൾ, മീനാക്ഷി. ഓക്കെ, മീൻ കണ്ണി എന്ന് പറയുന്ന പോലെ. ഓക്കെ, എനിവേ, സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? കണ്ടവൻ. അതുകൊണ്ടാണ് യൗസേപ്പ്, ഞാൻ പറഞ്ഞില്ലയോ, ഈ കുഞ്ഞു ബാലനായ യൗസേപ്പ് ചിലത് കണ്ടു. ഈ സാക്ഷ്യത്തിന്റെ കൂമ്പാരം കണ്ടു. അതുകൊണ്ടാണ് യൗസേപ്പിന്റെ അസ്ഥികൾക്ക് ഈ സാക്ഷ്യത്തിന്റെ അസ്ഥി എന്ന് ഞാൻ പേര് വിളിച്ചത്. ഇനി യൗസേപ്പ് എന്താ കണ്ടതെന്ന് നമുക്ക് നോക്കാം. അവൻ ജനിച്ചതിനെ കുറിച്ച് വേദപുസ്തകം സാക്ഷ്യം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ അവൻ ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 23-ാം വാക്യം, അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. നോക്കിയേ, അതിന് മുന്നേ 22-ാമത്തെ വാക്യം നോക്കിയേ. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ദൈവം ഇനിയും എനിക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞു അവന് യൗസേപ്പ് എന്ന് പേരിട്ടു. നിങ്ങളോട് ചോദ്യം ചോദിക്കുക, യൗസേപ്പ് ആദ്യം കേട്ട വാക്കേതാ? ജനിച്ചപ്പോഴേ കേട്ട ആദ്യത്തെ വാക്കേതാ? ഏതാ? ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു. അവളുടെ ഗർഭം തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. എന്നിട്ട് അവൾ പറയുകയാണ്, ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. യഹോവ ഇനിയും എനിക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യൗസേപ്പ് എന്ന് പേരിട്ടു. എന്താ യൗസേപ്പ് കേട്ട ആദ്യത്തെ പേര്? ആദ്യത്തെ വേർഡ്, ആദ്യത്തെ വാക്കേതാ? ദൈവം. അതിന് സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരുപാട് അമ്മമാരുണ്ടല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മമേകിയിട്ട് അവരുടെ കാതിൽ പറഞ്ഞ ആദ്യത്തെ വാക്കേതാ? അല്ലെങ്കിൽ അവർ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആദ്യത്തെ വാക്കേതാ? മക്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല. മക്കളുമാര് കേട്ടതൊന്നും ഓർമ്മയിരിക്കാൻ സാധ്യതയില്ല. അമ്മമാരാണല്ലോ പറയാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അമ്മമാര് പറഞ്ഞേ, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും, അത് നോർമലായാലും ഇല്ലയോ, സുഖപ്രസവം എന്നാ പേര്, നോർമലായാലും സിസേറിയനായാലും, നമ്മുടെ മക്കൾ ആദ്യം കേട്ടിട്ടുണ്ടാകാവുന്ന വേർഡ് ദൈവം ഉണ്ടാവുമോ ആ കൂട്ടത്തിൽ? ഉണ്ടോ? ഉണ്ടോ? ദൈവത്തിനറിയാം. പോട്ടെ. യൗസേപ്പ് കേട്ട ആദ്യത്തെ വേർഡ് ഏതാ? ദൈവം. മാത്രമോ? അവന് പേരിട്ടു ജോസഫ്. ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യഹോവ വർദ്ധിപ്പിക്കുന്നു. ജോസഫേ എന്ന് വിളിച്ചാൽ ദൈവം വർദ്ധിപ്പിക്കുമെന്ന്, അല്ലയോ? മച്ചിയായിരുന്നു എന്ന് വിളിക്കപ്പെട്ടിരുന്നവൾ, അവൾക്ക് ഇനിയും ഒരു മകനെ ദൈവം കൊടുക്കുമെന്ന് അവൾ ആദ്യത്തെ മകനെ പ്രസവിച്ച ദിവസം തീരുമാനമെടുക്കുക, അല്ലേ? എന്നിട്ട് മൂത്ത മകന് യഹോവ വർദ്ധിപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന യോസഫ് എന്ന് പേരിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവൻ ആദ്യം കേട്ട വേടേതാ? ദൈവം. ഇനി നോക്കിയേ, അവനെ സംബന്ധിച്ച് വേദപുസ്തകം അവൻ ജനിച്ച ശേഷം അവന്റെ അപ്പൻ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 25-ാമത്തെ വാക്യം, 30-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ റാഹേൽ യൗസേപ്പിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എന്റെ സ്വന്തം സ്ഥലത്തേക്കും എന്റെ സ്വന്തം ദേശത്തേക്ക് പോകുവാൻ എന്നെ അയക്കണം. അവൻ തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇനി എന്റെ സ്വന്തം ദേശത്തേക്ക് പോകും. 30-ാം വാക്യം എത്തുമ്പോ അവൻ പറയുകയാണ്, ഞാൻ എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതും. ആ പുസ്തകം 30-ാം അധ്യായം അവസാനിക്കുന്ന 40-ാം വാക്യം എത്തുമ്പോ ദൈവം യാക്കോബിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, അവൻ മഹാസമ്പന്നനായി. ജോസഫ് എന്ന മകൻ ജനിച്ച ശേഷം ജോസഫ് എന്ന മകൻ ജനിച്ച ശേഷം യാക്കോബ് തന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങളിൽ ഒന്ന്, അവൻ മഹാസമ്പന്നനായി. എന്റെ അപ്പൻ ഒരു അനിയനുണ്ട്. ഒരനിയനല്ല, 4 അനിയന്മാരാണ്. അതിൽ ഒരാൾ, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്. ഇളയ മകള് നാക്കിനിട്ട് തടി ഉണ്ടായിട്ട് കൊഞ്ഞ പറയും. കൊഞ്ഞ പറയുമെന്ന് പറഞ്ഞാൽ
അവൾ ഇപ്പോഴും വർത്താനം പറയുന്നത് 36 വയസ്സായി, ഇപ്പോഴും വർത്താനം പറയുന്നത് കേട്ടാ കൊച്ചു കുഞ്ഞുങ്ങൾ വർത്താനം പറയുന്ന പോലെ. പക്ഷെ എൻ്റെ അപ്പാപ്പൻ നല്ലേ പറയുന്നത്, അപ്പൻ്റെ അനിയനെ അപ്പാപ്പൻ നല്ലേ വിളിക്കുന്നത്. അപ്പാപ്പൻ പറയുവേ, അവൾ ജനിച്ച ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഐശ്വര്യം മുഴുവൻ ഉണ്ടായതെന്ന്. അല്ലയോ? അങ്ങനെ നമുക്ക് എത്രയോ മക്കളുണ്ടല്ലയോ ഐശ്വര്യമായി. ഇന്നത്തെ കാലത്ത് മക്കൾ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ ടെൻഷനാ, എന്തോ ഒരു പാടാ. അവൻ ഇന്ന് വഴക്കുണ്ടാക്കാതാണോ തിരിച്ചു കയറി വരുന്നത്? സ്കൂളിൽ വിട്ടാൽ തന്നെ എപ്പോൾ ടീച്ചർ പേരൻസിനെ വിളിപ്പിക്കും എന്ന കരുതലോടെ നമ്മൾ ജീവിക്കുന്നത്, ഇല്ലയോ? അതിനിടയിലാണ് യോസഫിനെ കുറിച്ച് പറയുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ പെൺപിള്ളാരെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോൾ ഇങ്ങനെ പറയും, ഇല്ലയോ? അവളങ്ങ് പോയ ശേഷം നമ്മുടെ വീടങ്ങ്, ഇല്ലയോ, ശോകമായിപ്പോയി, മൂകമായിപ്പോയി എന്ന് പറയത്തില്ലയോ? തിരിച്ചിങ്ങോട്ട് കയറി വരുമ്പോഴോ, മരുമോളായിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ എന്താ പറയും? ഹോ, ഈ ദേവി വന്നതിന് ശേഷമാണ്. പോട്ടെ, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ചിലർ വരുന്നതും പോകുന്നതും ഐശ്വര്യമാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ തന്നെ ആവണം. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടോ 35-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ മഹാനായ യാക്കോബ് തിരിച്ച് ദൈവം നടത്തിയ വഴികളിലൂടെ മടങ്ങി വരികയാണ്. പണ്ടൊരിക്കൽ താൻ സ്വപ്നം കണ്ട് ഒന്നുമില്ലാത്തവനായി കല്ല് തലയനായി വെച്ച മണ്ണിലെത്തുമ്പോ താൻ മഹാസമ്പന്നനായിരിക്കെ തന്നെ നടത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നന്ദി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് യാഗം കഴിക്കുന്നത് കണ്ടു നിന്നവനാണ് ആര്? ഈ കുഞ്ഞു യോസഫ്. അത് മാത്രോ, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 20-ാം വാക്യം എത്തുമ്പോ 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യോസഫ് എന്ന മനുഷ്യന്റെ, ഈ കുഞ്ഞു പയ്യന്റെ, കുഞ്ഞു ബാലന്റെ കയ്യിൽ അവന്റെ അമ്മ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചു. അവന് ബെന്യാമീൻ എന്ന് പേരിട്ടിട്ട് ആ അമ്മ ഈ ലോകത്തോട് വിട പറയുമ്പോ അവന്റെ അപ്പൻ കണ്ണുനീരോടെ, യാക്കോബ് കണ്ണുനീരോടെ തന്റെ അമ്മയെ, ഈ യാക്കോബിന്റെ ഭാര്യയായ റാഹേലിനെ എഫ്രാത്തിന് പോകുന്ന വഴിയിൽ ബെത്ലഹേമിൽ കണ്ണുനീരോടെ അടക്കുന്നത് കണ്ടു നിന്നവനാണ് ആര്? കുഞ്ഞു യോസേഫ്. നിങ്ങളൊരു വാർത്ത ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ വായിച്ചു കാണും. ഗുജറാത്തിലെ ഒരു ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ശരീരം തൻ്റെ തോളിലേന്തി 8-12 മാത്രം വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ 20 കിലോമീറ്ററോളം നടന്നു. ആംബുലൻസ് ലഭിക്കാതെ പോയത് കൊണ്ടാണ് ആ മനുഷ്യൻ 20 കിലോമീറ്ററോളം ചേതനയേറ്റ തന്റെ ഭാര്യയുടെ ശരീരം തോളിലേറ്റി നടന്നത്. ഇത് കണ്ടു നിന്ന ഈ 12 വയസ്സുള്ള ഈ മോളുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞിന് ഈശ്വരനൊരു, ദൈവം ഒരു ഭർത്താവിനെ കൊടുത്താൽ അതിനെ എങ്ങനെ കരുതുക കൊച്ചി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ കാലത്ത് വിവാഹത്തിന്റെ നീളം, വൈവാഹിക ജീവിതത്തിന്റെ നീളം എത്രത്തോളം ഉള്ളത് അല്ലേ? അവിടെയാണ് ഈ യാക്കോബ് വ്യത്യസ്തനാകുന്നത്. ഇത് കണ്ടു നിന്നവനാണ് ആര്? ആ സ്നേഹത്തിന്റെ ആഴം, തന്റെ അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിന്റെ ആഴം കണ്ടു നിന്നവനാണ് ആര്? ഈ കുഞ്ഞു യോസഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടൊരു വിശ്വാസ സാഹിത്യകാരനായ ഖലീൽ ജിബ്രാൻ തന്റെ ഒരു പുസ്തകം, പ്രവാചകൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വരി എഴുതി ചേർക്കുകയാണ്: നീ കാറ്റിൽ അലയുമ്പോഴും ഒറ്റയ്ക്കും അലസമായിരിക്കുമ്പോഴും നീ നിന്നോട് തന്നെയും അതുവഴി മറ്റുള്ളവരോടും ഒരു തെറ്റ് ചെയ്യുന്നു. നീ കാറ്റിൽ അലയുമ്പോൾ, ഒറ്റ അലസമായിരിക്കുമ്പോൾ നീ നിന്നോട് തന്നെ അതുവഴി മറ്റുള്ളവരോട് ഒരു തെറ്റ് ചെയ്യുന്നു. ഞാൻ പറയും, ഒരു തെറ്റല്ല, 1000 തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളുമായാണ് ഇന്നെന്റെ ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. 2 വർഷം തികഞ്ഞില്ലെന്നാ തോന്നുന്നത്. 2 വർഷം തികഞ്ഞു കാണും. ഒരു സംഭവം, ഒരു ഹോസ്റ്റലിന്റെ മുറിയിൽ ഒരു കുഞ്ഞുബാലനല്ല, എഞ്ചിനീയറിംഗിനോ മറ്റോ പഠിച്ചുകൊണ്ടിരുന്നൊരു പയ്യൻ തൂങ്ങി നിന്നതാണോ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നറിയാൻ മേലാതെ നിന്നു. അവന്റെ സംസ്കാരത്തിന് മുന്നേ അവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് മടങ്ങി കൊണ്ടുവന്ന് വീട്ടിൽ അടക്കിയിട്ട് ഈ സംസ്കാരം കഴിഞ്ഞിട്ട് അവന്റെ അച്ഛൻ, ഈ കുഞ്ഞിന്റെ അച്ഛൻ, പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ വികാരാതീതനായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നൊരു വാചകമുണ്ട്: ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു വിദേശത്തെവിടെയോ, പക്ഷേ അവന്
ഒരു നേരം പട്ടിണി കിടക്കരുതെന്ന് കരുതിയാണ് ഞാൻ അധ്വാനിച്ചത്. പക്ഷേ എൻ്റെ കുഞ്ഞ് മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവൻ്റെ വയറ്റിൽ ഒരിറ്റ് വറ്റ്, ഒരു തുള്ളി വെള്ളം ചെന്നിട്ട് 2 ദിവസമായി. അവൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് അവനെ അപമാനിച്ചു, തല്ലി. കൊന്നതെങ്ങനെയാണെന്ന്, മരിച്ചതെങ്ങനെയാണെന്ന് നിശ്ചയമില്ല. പക്ഷേ ഓർത്തിരിക്കുക, അവൻ്റെ വയറ്റിൽ ഒരിറ്റ് വറ്റ് ചെന്നിട്ട്, വെള്ളം ചെന്നിട്ട് പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുന്നേ 2 ദിവസം 48 മണിക്കൂറായിരുന്നു. അവനെ അപമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഇത് ദൈവം കാണുന്നുവെന്ന്, ഈശ്വരൻ അറിയുന്നുവെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഇല്ല. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ ഭാഗം അവസാനിപ്പിക്കാം. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ അച്ഛനാണെന്ന് പറഞ്ഞല്ലോ. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഞാൻ സെമിനാരിൽ പോകുന്ന ആദ്യ വർഷം തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്യ ദിയസ്കോറസ് തിരുമേനയുടെ ഓർമ്മ ദിവസത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തു നിന്ന് റാന്നിയിലേക്ക് അവിടുത്തെ 2 സ്ഥാപനങ്ങൾ കുഞ്ഞുങ്ങളുമായി വരികയാണ്. ഹോളി ട്രിനിറ്റി വികലാംഗ ബാലഭവനം, അതുപോലെ ആശ്രയം എന്ന ബാലികാ ഭവനം. ഈ 2 സ്ഥാപനങ്ങളിലെ കുഞ്ഞുങ്ങളുമായി റാന്നിയിൽ വന്ന് മടങ്ങുന്ന സന്ദർഭം, യാത്രയുടെ റാന്നി മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയുടെ വിരസത അകറ്റാൻ കുഞ്ഞുങ്ങൾ ഓരോ കലാപരിപാടികൾ അവതരിപ്പിക്കുക. അതിൽ ഏറ്റവും ആദ്യം നടന്ന അക്ഷരശ്ലോക മത്സരം. അതിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി പെൺകുഞ്ഞുങ്ങളുടെ ഭാഗത്ത് വിജയിച്ച് നിർത്തിയത് ഒരു പെൺകുഞ്ഞുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു, മോളെ, അന്ന് ബ്രദറായിരുന്നു എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ. അവളൊരു പാട്ട് പാടി പോയിരുന്നു. ആ സ്ഥാപനത്തെ നടത്തിപ്പാരിയായ സിസ്റ്റർ പറഞ്ഞു, ഡി വേറെ പാട്ട് പാടുക. അവൾ അടുത്ത പാട്ട് പാടി പോയിരുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, എന്തിനാ അങ്ങനെ പറഞ്ഞേ? അപ്പൊ ആ സിസ്റ്റർ പറയുന്ന മറുപടി, ഈ പെൺകുഞ്ഞിനോട് ആരൊരു പാട്ട് പാടാൻ പറഞ്ഞാലും അവൾ ആദ്യം പാടുന്ന പാട്ട് ഇതാണ്, അത് മാറ്റിപ്പാടാനാണ് ആ സിസ്റ്റർ ആവശ്യപ്പെട്ടത്. അപ്പൊ ആ കുഞ്ഞിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചോദിച്ചു. അച്ഛനും അമ്മയുമുള്ള കുഞ്ഞ, പുല്ലൂരായിരുന്നു അന്ന് അവരുടെ വീട്. ഈ അച്ഛൻ മദ്യപാനി, അപ്പൻ മദ്യപാനിയാണ്, കുടുംബം നോക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ കൊണ്ടാക്കിയത്. അമ്മ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് വിദേശത്ത് എവിടെയാണ്, ആഴ്ചയിൽ ഒരിക്കൽ ആ കുഞ്ഞുങ്ങളെ വിളിക്കും, ആ സ്ഥാപനത്തിലെ ഫോണിൽ വിളിക്കും എന്നറിയാം. പക്ഷെ ഏത് സ്ഥലത്താണെന്ന് പോലും പറയാൻ ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല. 8 വയസ്സുകാരിയായ ബാലിക ഈ ബാലികാ ഭവനത്തിൽ, ആശ്രയം എന്ന ബാലികാ ഭവനത്തിൽ കഴിയുന്നു. തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ അവൾ പഠിക്കുക. അവൾക്കൊരു കുഞ്ഞനിയനാണുള്ളത്. ഈ ബാലഭവനത്തിൽ ആ കുഞ്ഞുണ്ട്, 5 വയസ്സ്, 1ാം ക്ലാസ്സിൽ പഠിക്കുക. സനാഥരായിരുന്നിട്ടും അനാഥരായി ജീവിക്കേണ്ടി വന്ന ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്മരണയിൽ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം എന്നല്ലാതെ വേറെ ഏത് പാട്ട് പാടണം നിങ്ങൾ പറ. 4 നേരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 6 നേരം നമ്മൾ ഭക്ഷണം കൊടുക്കില്ലേ? മറിച്ച് അവർക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ നമ്മൾ എവിടെല്ലാം കൂട്ടിവെച്ചു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോളെ കെട്ടിക്കുമ്പോഴത്തേക്ക് ഇത് ഇന്നതൊക്കെ വേണം, അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഇന്നത് ഫിക്സഡ് ആയി കിടന്നോട്ടെ, അല്ലയോ? നമ്മുടെ സ്വർണമൊക്കെ ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുക അല്ലേ? 2 പിള്ളേരാണെങ്കിൽ മോന് വേണ്ടി ഇന്നടത്ത് വീട്, മൂത്തവൻ അവിടെ വസ്തു കിടപ്പുണ്ട്, നമ്മൾ സമ്പാദിച്ചു വെച്ചു. പക്ഷേ എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ എന്നെ വിട്ട് ദൂരെ പഠിക്കാൻ പോകുന്ന നാളിൽ, അല്ലെങ്കിൽ നിന്നെ വിട്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ, നിന്നിൽ നിന്ന് നിന്റെ അമ്മയായ നിന്റെ അച്ഛനായ ഞാൻ നിന്നിൽ നിന്ന് വേർപെടുമ്പോ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹിതനായി നിന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് നമ്മുടെ തലമുറയെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണ്ടേ? വേണ്ടേ? നിശ്ചയമായും വേണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കാണുന്നൊരു ദൈവം ഉണ്ടായിരുന്നു, എന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്നത് കാണുന്നൊരു ദൈവം ഉണ്ടായിരുന്നു എന്ന് കരുതുന്നൊരു സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് തല്ലിക്കൊല്ലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ തലമുറകൾ ദൈവം കാണുന്ന സാക്ഷ്യമുള്ള, അല്ലേ, സാക്ഷ്യത്തിന്റെ അസ്ഥിയായി വളരട്ടെ. തലമുറകൾ ദൈവത്തോട് നന്ദി പറയുന്നത് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുക. വീണ്ടും വൃദ്ധനായ മനുഷ്യൻ, 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന മോശ എന്ന വലിയ പ്രവാചകൻ, അവൻ യൗസേപ്പിന്റെ അസ്ഥികളുടെ അരികിലേക്ക് ചെല്ലുക. അവിടെ അദ്ദേഹം കാണുന്നത് അഗ്നിച്ചിറകുള്ള ഒരു സ്വപ്ന കൂമ്പാരമാണ്. ആ കൂമ്പാരത്തിന് നടുവിൽ നിന്ന് അദ്ദേഹം ചില അസ്ഥികൾ പറക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറക്കിയെടുക്കുന്ന അസ്ഥിക്ക് ഞാനൊരു പേര് നൽകുകയാണ്, ദർശനത്തിന്റെ അസ്ഥി. എന്താ? ദർശനത്തിന്റെ അസ്ഥി. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിടുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമം നമ്മൾ പഠിക്കുകയാണെങ്കിൽ
യൗസേപ്പ് എന്ന പിതാവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം സ്വപ്നങ്ങൾ കാണുന്ന ആള് മാത്രമെന്നല്ല, സ്വപ്നങ്ങളെ ദർശനങ്ങളായി വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, അല്ലേ? ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 7-9 വാക്യങ്ങളിൽ യൗസേപ്പ് തന്നെ കുറിച്ച് തന്നെ സ്വപ്നം കാണുകയാണ്. യൗസേപ്പ് തന്നെ കുറിച്ച് തന്നെ സ്വപ്നം കാണുന്നു. എന്തായിരുന്നു സ്വപ്നം അറിയാമോ? അവൻ അപ്പനോട് ചെന്ന് പറയുകയാണ്, അപ്പാ, 7-ാം വാക്യത്തിൽ, ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യൻ, ചന്ദ്രൻ, 11 നക്ഷത്രങ്ങൾ അവ എന്നെ നമസ്കരിക്കുന്നു. അപ്പം പറഞ്ഞു, എടാ ചെക്ക, നീ എന്താ ഈ പറയുന്നേ? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കുമെന്നാണോ? എങ്കിലും അവനത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് കൂടാതെ അവൻ വീണ്ടും സ്വപ്നം കാണുകയാണ്. അവൻ സഹോദരന്മാരോട് ചെന്ന് പറയുകയാണ് 9-ാം വാക്യത്തിൽ, 37-ാം അധ്യായം 9-ാം വാക്യത്തിൽ, സഹോദരങ്ങളെ, നാം വയലിൽ കറ്റ കൊയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: ഞാൻ കൊയ്തു വെച്ച കറ്റ എഴുന്നേറ്റ് നിന്നു. അതിന്റെ പിന്നാലെ നിങ്ങൾ കൊയ്തു വെച്ച കറ്റ എഴുന്നേറ്റ് ഞാൻ കൊയ്തു വെച്ച കറ്റയെ നമസ്കരിച്ചു. അവനെ കൊന്നുകളയാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട. പക്ഷേ വേദപുസ്തകത്തിൽ ഇവനെതിരെ അസൂയ പൂണ്ടുവരാൻ, സഹോദരന്മാർക്ക് അസൂയ പൂണ്ടുവരാൻ കാരണമായത് ഇങ്ങനെയുള്ള ചില സ്വപ്നങ്ങളാണ്. അപ്പന്റെ ഇഷ്ടപുത്രനായി അവൻ വളരുന്നു, അവൻ സ്വപ്നങ്ങൾ കാണുന്നു. ഞങ്ങളും അവന്റെ അപ്പനും അമ്മയും ഒക്കെ അവനെ നമസ്കരിക്കുന്നത് അവൻ സ്വപ്നം കാണുന്നു എന്നൊക്കെയായി. നോക്കിയേ, നമുക്ക് എന്ത് സ്വപ്നങ്ങളാണുള്ളത്? നമുക്ക് ചില സ്വപ്നങ്ങൾ കാണണ്ടേ? ഇനി അതിലേക്ക് വരാം. ഇത് മാത്രമല്ല, യൗസേപ്പാണെങ്കിൽ മറ്റുള്ളവർ കണ്ട സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ സ്വപ്നങ്ങൾ ആദ്യം വ്യാഖ്യാനിക്കുന്നത് അവൻ ജയിലിലായിരിക്കുമ്പോഴാണ്. അവന്റെ കൂടെയുള്ള സഹതടവുകാരായ 2 പേർ, ഒന്ന് ഫറവോയുടെ പാനപാത്രവാഹകൻ, 2 ഫറവോയുടെ അപ്പക്കാരൻ. അവർ 2 പേരും സ്വപ്നം കാണുക. ഫറവോയുടെ പാനപാത്രവാഹകൻ കാണുന്ന സ്വപ്നം എന്താ? അതാ ഒരു മുന്തിരിത്തണ്ട്, അതിൽ 3 ശാഖകൾ, അതിൽ നിന്ന് മുന്തിരിയങ്ങൾ താൻ പറിച്ചെടുത്ത് ഫറവോന്റെ പാനപാത്രത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നു എന്ന് സ്വപ്നം കാണുകയാണ്. അവൻ രാവിലെ എഴുന്നേറ്റ് താടിക്ക് കൈയും കൊടുത്തിരിക്കുമ്പോൾ യോസഫ് എന്ന് ചോദിക്കുക, എന്ത് പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു, അത് വ്യാഖ്യാനിക്കാൻ ആളില്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് യോസഫ്. എന്താ? ഇന്നേക്ക് 3-ാം ദിവസം നീ ഫറവോന്റെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തും. ഫറവോന്റെ പാനപാത്രത്തിൽ നീ വീഞ്ഞു പകരും. അന്നാളിൽ നീ എന്നെ ഓർക്കണം. സ്വപ്ന വ്യാഖ്യാനം കൊള്ളാമെന്ന് കണ്ടപ്പോ അപ്പക്കാരനും പറഞ്ഞു, ഞാനും കണ്ടു ഒരു സ്വപ്നം. എന്റെ തലയിൽ 3 കൊട്ട, അതിൽ ഏറ്റവും മുകളിലെ കൊട്ടയിൽ ഫറവോന്റെ മേൽത്തരമായ അപ്പം. പക്ഷെ ഒരു പ്രശ്നം പറ്റി, അത് കാക്കകൾ വന്ന് അത് കൊത്തി തിന്നുപോയി, പറവകൾ തിന്നുപോയി. ഇപ്പൊ യോസഫ് സ്വന്തം താടിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കൊരു പ്രശ്നം പറ്റും. ഇന്നേക്ക് 3-ാം നാൾ നിന്റെ തലയെരിയും, അല്ലേ? അവൻ കൊല്ലപ്പെട്ടു. പാനപാത്രവാഹകൻ അവനെ ഓർത്തതേയില്ല. നമുക്ക് സ്വപ്നങ്ങളുണ്ടോ? നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയുമോ? പള്ളിയിൽ വരും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും നമുക്ക് നമ്മളോടൊരു സ്വപ്നം കാണാൻ നമ്മുടെ ലിറ്റർജി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലയോ? കുർബാനയ്ക്ക് അങ്ങോട്ട് കടക്കുമ്പോഴേ, കുർബാനയുടെ പ്രധാന ഭാഗം കടക്കുന്ന ഉടനെ നമ്മളോട് പറയും, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ചിന്തകളും മനസ്സും എവിടെ ഇരിക്കണം? പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. എന്നിട്ട് മഹോന്നതങ്ങളിൽ നിന്ന് മാലാഖമാർ സ്തുതിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, സൂര്യനും ചന്ദ്രനും പിന്നെ നക്ഷത്രങ്ങളിലും, അതുകൂടാതെ മാലാഖമാരുടെ വൃന്ദം മുഴുവൻ ഖാദീഷ് 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 എന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. അത് സ്വപ്നങ്ങൾക്കപ്പുറമുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുക. പക്ഷെ അങ്ങനെ നമ്മൾ കാണാറുണ്ടോ? തൊട്ടടുത്ത് നമ്മൾ ഇങ്ങനെ, ഇല്ലയോ? ചുറ്റും നിൽക്കുന്നവരെയൊക്കെ വിട്ടിട്ടങ്ങ് ചെല്ലണ്ടേ? ഞാനിങ്ങനെ പറയാറുണ്ട്, പള്ളിയിൽ കൊയർ പുതിയൊരു യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിവസമാണ് നമ്മളിങ്ങനെ ബോധങ്ങളും വിചാരങ്ങളും ദൈവസന്നിധിയിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു കഥ പറയുകയാണ്. പള്ളിയിൽ ആദ്യമായല്ല, ഇവിടെ ഉണ്ടല്ലോ കൊയറല്ലയോ? കൊയർ പുതിയൊരു യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വെള്ള സാരിയൊക്കെ തന്നെ, പക്ഷെ അതിൻ്റെ മുന്താണി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സുന്ദരമായ മുന്താണി. ഇൻട്രൊഡ്യൂസ് ചെയ്ത നാളിൽ നമ്മൾ പള്ളിയിൽ വന്ന് ബോധവും വിചാരങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ദൈവമായ കർത്താവെങ്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ഉണ്ട്, ഫ്രണ്ടിലെ കൊയറുകാര് ഈ സാരിയുടെ തുമ്പ് പുറത്തു പോകാതിരിക്കാൻ നമ്മളിങ്ങനെ ഇവിടെ പിന്നെ ഒത്തു വെക്കുമല്ലോ. ട്രയൽ നോക്കിയപ്പോഴാന്ന് തോന്നുന്നു, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ കൊയർ പാടുന്ന ആൻറ്റി
സാരി ഉടുത്ത് വീട്ടിൽ ട്രയൽ നോക്കിയപ്പം വീട്ടിലെ കൊച്ചുങ്ങളെങ്ങാനായിരിക്കും പിടിച്ച് വലിച്ചു കാണും. സാരിയുടെ മുന്താണി ഇങ്ങനെ മുതുവത്ത് ചേർത്ത് വെച്ച് ഇങ്ങനെ പിന്നു കുത്തിയിരുന്ന ആ മുന്താണി ഇങ്ങനെ കീറിയിരിക്കുന്നു, ഫ്രണ്ടിൽ തന്നെ കീറിപ്പോയി. നമ്മളിങ്ങനെ ഇങ്ങനെ ആലോചിക്കുക, ബോധങ്ങളും വിചാരങ്ങളും ദൈവത്തിങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഇതിനി എന്ത് ചെയ്താലൊക്കെ ഡാൺ ചെയ്താൽ പറ്റുമോ, ഇങ്ങനെ കുത്തിക്കെട്ടിയാൽ പറ്റുമോ? മുന്താണി ഇങ്ങനെ സുന്ദരമായ മുന്താണിയായിരുന്നു. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഫ്രണ്ടിലെ കൊയറിലിരിക്കുന്ന ആൻറ്റിയുടെ സാരിത്തുമ്പിലിരിക്കുന്നു എന്ന് പറയേണ്ടി വരത്തില്ലയോ? പോട്ടെ, ഞാൻ നിങ്ങൾ ഉണർന്നു വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കഥ കേട്ടോ. പോകട്ടെ. ദേശത്തെക്കുറിച്ച് ഫറവോ സ്വപ്നം കാണുന്നു. അത് ആര് വ്യാഖ്യാനിക്കുന്നു? ജോസഫ്. എന്തായിരുന്നു സ്വപ്നം? ഒരു ദിവസം ഫറവോ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുക. അന്നേരം ഉണ്ട് പാനപാത്ര വാഹകൻ വന്ന് ഇങ്ങനെ സ്മോൾ ഒഴിച്ചു കൊടുക്കുക പാനപാത്രത്തെ. പക്ഷെ അത് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഫറവോനില്ല. അങ്ങേക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ 2 സ്വപ്നം കണ്ടിടവേ, അതൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്വപ്നം കണ്ടുവെന്നോ? ആഹാ, അത് വ്യാഖ്യാനിക്കാൻ ആരുണ്ട്? ജോസഫ് ഉണ്ട്, ജയിലിലുണ്ട്. ജോസഫിനെ വരുത്താം. ജോസഫിനെ വരുത്തി ജോസഫിനോട് ഫറവോ സ്വപ്നം പറഞ്ഞു. എന്തായിരുന്നു സ്വപ്നം? ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ ഫറവോ 2 സ്വപ്നം കാണുകയാണ്. ആദ്യത്തെ എന്താ? മാംസപുഷ്ടിയുള്ള രൂപഗുണമുള്ള 7 പശുക്കൾ, അതിന്റെ പിന്നാലെ വിരൂപവും മെലിഞ്ഞതും ക്ഷീണിച്ചതുമായ 7 പശുക്കൾ. ഈ ക്ഷീണിച്ച 7 പശുക്കൾ വന്ന് ആദ്യത്തെ സുന്ദരങ്ങളായ മനോഹരങ്ങളായ 7 പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അതിന്റെ പിന്നാലെ അദ്ദേഹം പറയുക, ഇനിയും ഞാൻ കണ്ടു ഒരു സ്വപ്നം, നിറഞ്ഞതും നല്ലതുമായ 7 കതിർ, അതിന്റെ പിന്നാലെ ഉണങ്ങിയതും നേർത്തതും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുപോയതുമായ 7 കതിർ. അത് പിന്നാലെ വന്ന ഈ കരിഞ്ഞുപോയ കതിരുകൾ ആദ്യം കണ്ട സുന്ദരങ്ങളായ മനോഹരങ്ങളായ നിറവുള്ളതായ 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ജോസഫ് പറഞ്ഞു, ഈ രാജ്യം സമ്പൽ സമൃദ്ധമായി വിളയാൻ പോവുക 7 വർഷം. അതിന് പിന്നാലെ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷാമം വരുന്നു 7 വർഷം. അതുകൊണ്ട് ഇപ്പം ലഭ്യമാകുന്ന വിളവുകളിൽ നിന്ന് അതിന്റെ 5-1 കൂട്ടിവെക്കാമെങ്കിൽ നമുക്ക് ഈ ക്ഷാമകാലം, പഞ്ഞകാലം കഴിച്ചു കൂട്ടാം. പറഞ്ഞു തീരേണ്ട താമസം. ജോസഫ് ആരായി? മിസ്രൈമിലെ മന്ത്രിയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, സ്വപ്നങ്ങളുള്ള ഒരു തലമുറ നമുക്കുണ്ടാകണം. എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചാൽ, അല്ലെ എങ്ങനെയാണ് സ്വപ്നം കാണുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ്, ഇല്ലയോ, നമുക്കുള്ള എന്ത് സ്വപ്നങ്ങളാ ഉള്ളത്? നമുക്ക് എന്ത് സ്വപ്നങ്ങളാ ഉള്ളത്? രാജ്യത്തെക്കുറിച്ചോ ദേശത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ നമുക്ക് സ്വപ്നങ്ങളുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും ഞാൻ പറയും, ഈ റൂം വാടകയ്ക്ക് എടുത്ത ഒരു മനുഷ്യനെ പോലെ. എന്താ കഥയെന്നറിയാം? ഒരു മനുഷ്യൻ വീട് വാടകയ്ക്ക് അന്വേഷിച്ച് ഒരു മുറിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് അന്വേഷിച്ച് തപ്പിത്തിരിഞ്ഞ് നടക്കുക. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വീട്ടിൽ അഭയം കിട്ടി, ഒരു മുറി കിട്ടി. പക്ഷേ കണ്ടീഷൻ ഇതാണ്, ഞാനും എൻ്റെ ഭാര്യയും ചെറിയ 2 മക്കളും ഉള്ളത്. നിനക്ക് ഈ റൂം ഉപയോഗിക്കാം, പക്ഷേ യാതൊരു കാരണവശാലും നീ ശബ്ദം ഉണ്ടാക്കുകയോ ഞങ്ങളെ ശല്യം ചെയ്യുകയോ ചെയ്യരുത്. കണ്ടീഷനൊക്കെ അംഗീകരിച്ച് താമസം തുടങ്ങി. 2 ആഴ്ച പിന്നിട്ടപ്പോൾ അദ്ദേഹം, ഈ വാടകക്കാരൻ, ക്ഷീണിച്ച് ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് റൂമിലെത്തി. റൂമിൽ വന്നുടനെ ആ ദേഷ്യത്തോടെ വന്ന് കിടക്കാൻ തുടങ്ങിയ. കട്ടിലേ പോയിരുന്നു, കാലെടുത്ത് കട്ടിലേലോട് വെച്ചു. വെച്ചപ്പോഴ ബോധം വന്നേ, കാലിലെ ഷൂ ഊരിയിട്ടില്ല. അവൻ കാലിൽ നിന്ന് ഷൂ ഇങ്ങോട്ട് ഊരിയെടുത്ത് ഒറ്റ ഏറ് നേരെ പോയി കഥ ടപ്പയെന്ന് ശബ്ദം കേട്ടു. അപ്പോഴവന് ബോധം വന്നു. എന്താ? ശബ്ദം ഉണ്ടാക്കരുതെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്, വീട്ടുടമസ്ഥൻ. അവൻ ശബ്ദം ഉണ്ടാക്കാതെ അടുത്ത ഷൂ ഊരി വെച്ച് കിടന്നുറങ്ങി. രാവിലെ അവനെ ഈ വീട്ടുടമസ്ഥൻ വന്ന് കൊട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശബ്ദം ഉണ്ടാക്കരുത്. ഇന്നലെ രാത്രി നീ എന്നെ ഉറക്കിയില്ല. കാരണം എന്താ? ശബ്ദം ഉണ്ടാക്കിയെന്നാണോ? അല്ല. ആ മനുഷ്യൻ പറഞ്ഞ, നീ വന്നതും ഞാൻ അറിഞ്ഞു, നീ കട്ടിലേൽ ഇരുന്നതും ഞാൻ അറിഞ്ഞു, നീ ആദ്യത്തെ ഷൂ എടുത്ത് ഒറ്റയേറ് ആ ശബ്ദവും ഞാൻ കേട്ടു. അന്നേരം ഞാൻ കരുതിയിരുന്നു, ഇപ്പൊ വരും 2ാമത്തെ ഷൂ. പക്ഷേ 2ാമത്തെ ഷൂവിന്റെ ശബ്ദം കേട്ടില്ല. ഞാൻ അന്നേരം മുതൽ ആലോചിക്കുക, ഈ 2ാമത്തെ ഷൂവിന് എന്ത് പറ്റി? ഇല്ലയോ? ഒരു രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ആ മനുഷ്യൻ തപ്പുവാണ്, ഈ വാടകക്കാരനായ മനുഷ്യന്റെ 2ാമത്തെ ഷൂവിന് എന്ത് പറ്റി? ഇല്ലയോ? ഇങ്ങനെയാണ് നമ്മുടെ ഉറക്കം പലപ്പോഴും നഷ്ടപ്പെടുന്നത്. ഇല്ലയോ? വല്ലവരുടെയും ഷൂവിന്. ഇപ്പൊ തന്നെ വീടിന്റെ ഫ്രണ്ടിലെ കഥ നന്നായി പൂട്ടിയോ എന്ന് സംശയമുള്ളവർ കാണും. വേണ്ട, ഇവിടെ ഇരുന്നു പോട്ടെ.
പിന്നെ കഥകൾ ഞാൻ പറയുന്നില്ല. അതുപോലാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളും, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാതിരുന്നാലും ഒക്കെ ഉള്ള നമ്മുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെ. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മലയാള ഭാഷയ്ക്ക് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഒരു കവിയുണ്ട്. കവിയുടെ പേര് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ മാമ്പഴം എന്ന കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മാമ്പഴം എന്ന കവിത, അതിനുള്ളിലൊരു കുഞ്ഞു ബാലൻ, ഉണ്ണി എന്ന് നമുക്ക് പേര് കൊടുക്കാം അല്ലയോ? ഉണ്ണി എന്ത് ചെയ്തു? വീട്ടിന്റെ മുറ്റത്ത് ആദ്യമായി പൂത്ത മാവിൽ നിന്ന് മാവിന്റെ പൂ ഒടിച്ച്, പൂക്കുലയിൽ നിന്ന് പൂ ഒടിച്ച് അമ്മയുടെ അരികിലേക്ക് ഓടി വരിക. അമ്മ അവനെ വഴക്ക് പറഞ്ഞു. എന്നാലും എൻ്റെ കുഞ്ഞെ, എൻ്റെ മോനെ, നീ ഇത് ഒടിച്ചു കളഞ്ഞല്ലോ. അത് മാവ് പൂത്ത് മാമ്പഴമാവുമ്പോൾ നിനക്ക് തന്നെ തിന്നാമായിരുന്നില്ലേ? അവൻ എന്ത് ചെയ്തു? അവനത് നിലത്തെ മണ്ണിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അവൻ എറിഞ്ഞു കളഞ്ഞിട്ട് പറയുക, ഇതിലെ മാമ്പഴം പറക്കാൻ ഞാൻ ഉണ്ടാവില്ല അമ്മേ. എന്നിട്ട് വൈലോപ്പള്ളി തന്നെ പറഞ്ഞു വെക്കുക, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. നിങ്ങൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ്. അതുകൊണ്ട് കവിത ആരംഭിക്കുന്നത് എങ്ങനെയാ? അമ്മയുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീഴുന്ന കണ്ണുനീർ അത് ധാരധാരയായി ചോരത്തുള്ളികളായി നിലത്ത് വീഴുമ്പോ ആ കവി പറഞ്ഞു വെക്കുകയാണ്, അങ്കണത്തൈമാവിൽ നിൻ ആദ്യത്തെ പഴം വീഴെ അമ്മ നന്നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. അതെ, അമ്മയുടെ കണ്ണിൽ നിന്ന് ഇറ്റു വീണത് കണ്ണീരല്ല, ചോരയാണ്. മറക്കാതിരിക്കട്ടെ. അതുകൊണ്ട് സ്വപ്നം കാണാൻ പഠിക്കണം നമ്മൾ. എങ്ങനെയാ? അഹങ്കാരമുള്ളവന്റെ മനസ്സിൽ ഈ സ്വപ്നങ്ങളില്ല. സ്വപ്നങ്ങൾ കാണണമെങ്കിൽ തല മണ്ണോട് ചേർത്ത് വെക്കണം. യാക്കോബ് കണ്ടതുപോലെ. എങ്ങനെയാ? അപ്പനെയും പറ്റിച്ചു, സഹോദരങ്ങളെ പറ്റിച്ചു അല്ലേ? എന്നിട്ട് അവൻ ഓടിച്ചെല്ലുമ്പോഴാ മനസ്സിലാവുന്നത് ഇന്ന് അന്തി ഉറങ്ങാൻ ഇടമില്ല. അവന് തലചായ്ക്കാൻ ഇടമില്ലെന്ന് കണ്ടെടുത്ത് അവൻ തന്റെ തല മണ്ണോട് ചേർത്തു വെച്ച നിമിഷം സ്വർഗത്തിൽ നിന്ന് ഗോവേണി ഇറങ്ങി വരിക, ഏണി ഇറങ്ങി വരിക. അതിൽ മാലാഖമാർ കയറുന്നു, ഇറങ്ങുന്നു അല്ലേ? അഹങ്കാരം വിട്ട് ഈ ദേവാലയത്തിന്റെ മണ്ണിനോട് നമ്മുടെ തല ചേർത്ത് വെക്കുമെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന ഈ മണ്ണിൽ അതിൽ മാലാഖമാർ കയറുന്നത്, ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ശമൂവേൽ ബാലനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ശമൂവേൽ ബാലനെ ദൈവം വിളിച്ചല്ലോ. എത്ര തവണ വിളിച്ചു? 3 തവണ വിളിച്ചതല്ല, 4ാം തവണയും വിളിച്ചു. 3 തവണ വിളിച്ചപ്പോഴും അവൻ ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. അരുളി ചെയ്യണമേ അടിയനിത എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? ദൈവം അവനോട് അരുളി ചെയ്യും. 4ാം തവണയും ശമൂവേലിനെ ദൈവം വിളിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ഇസ്രായേലിന്റെ വലിയ പുരോഹിതനായി മാറി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ശമൂവേൽ ബാലൻ ഉറങ്ങാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ വേദപുസ്തകം വായിക്കുക. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അവസാനിക്കുന്ന വാക്യം, അവൻ ദേവാലയത്തിലെ വിളക്ക് കെടും മുമ്പേ അതിലെ അഗ്നി, അതിലെ വെളിച്ചം തന്റെ കണ്ണിൽ നിറച്ചു വെച്ചിട്ട് അവൻ ഉറങ്ങാൻ പോകും. അതുകൊണ്ട് അതാണ് അവനെ ദർശനത്തിലേക്ക്, ദൈവദർശനത്തിലേക്ക് നയിച്ചത് എന്ന് ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയണം. ആകാശത്തോളം സ്വപ്നം കാണും, കുന്നോളം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഒരു മനുഷ്യൻ സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചു. ആരാ? APJ അബ്ദുൽ കലാം. അദ്ദേഹം അതുകൊണ്ടൊരു പുസ്തകം എഴുതി അല്ലേ? അഗ്നിച്ചിറകുകൾ അല്ലേ? അതെ. എനിവേ, സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ലോകമാവണം നമ്മുടേത് എന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിക്കും. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ സെമിനാരിയിൽ 3-ാം വർഷം പഠിക്കുന്നത് കാലത്ത് എൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുഞ്ഞ്, അവൾ ഹൈദരാബാദ് അപ്പോളോയിൽ നേഴ്സിങ്ങിൻ്റെ ബോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബോണ്ട് ചെയ്യുന്ന കാലത്ത് അവർക്ക് ലഭിക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റികൾ പ്രയോജനപ്പെടുത്താൻ അവൾ തൻ്റെ ബ്ലഡ് പരിശോധനയ്ക്ക് കൊടുത്തു. പരിശോധനയ്ക്കൊടുവിൽ ഒരു ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. പരിശോധനയ്ക്ക് ഇങ്ങനെ 8 മണിയായപ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വന്നു. മോൾ ഇവിടെ വരെ വാ, നിന്റെ ബ്ലഡിൽ ഒരു കൗണ്ട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അവൾ കരുതി ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ ഫുൾ ആക്കാന്ന്. എന്നാൽ വീണ്ടും 8:30 അവൾക്ക് ഫോൺ കോൾ വന്നു. വീണ്ടും അവൾ അവിടെ ചെന്നു. ഏപ്രിൽ 7-ാം തീയതി അവൾക്ക് ബോണ്ട് തീരേണ്ടിയിരുന്നതാണ്. ഏപ്രിൽ 9-ാം തീയതി അവൾ തിരിച്ചറിയുകയാണ് തനിക്ക് ബ്ലഡ് ക്യാൻസറാണ്.
ഏപ്രിൽ 17 വരെയുള്ള പരിശോധനകൾക്കൊടുവിൽ ഹൈദരാബാദ് അപ്പോളോ വിധി എഴുതുകയാണ്, അവൾക്ക് ലുക്കീമിയാണ്. അന്ന് തന്നെ അവളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് RCCയിൽ അഡ്മിറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് RCCയിൽ പോയിട്ടുള്ളവർക്കറിയാം, മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടം കടന്നു ചെന്നാൽ ഉടനെ ആശുപത്രികളുടെ നീണ്ട നിര തന്നെയുണ്ട്. വലത്ത് സൈഡിൽ മെഡിക്കൽ കോളേജ്, വീണ്ടും മുന്നോട്ട് നിന്നാൽ SAT, അമ്മയുടെയും കുഞ്ഞിന്റെയും ഗൈനോക്കോളജിയും പീഡിയാട്രീഷ്യനുള്ള സെക്ഷൻ, വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ശ്രീചിത്ര, എന്തൊക്കെയാ, ന്യൂറോളജി, പിന്നെ കാർഡിയോളജി, അത് രണ്ടും അവിടെ ഉള്ളത്. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ഈ പറഞ്ഞ RCC, പിന്നെ അതിന് പുറകിലായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ പല ഹോസ്പിറ്റലുകളുണ്ട്. ഇത് ചിലത് കേരള സർക്കാർ നടത്തുന്നു, ചിലത് കേന്ദ്ര സർക്കാർ നടത്തുന്നു, ചില സഹകരണ വകുപ്പ് നടത്തുന്നു, ഇങ്ങനെ പല സെക്ഷനാണ്. എന്ത് തന്നെ ആവട്ടെ, ഈ RCCയിൽ അന്ന് അവൾ വന്ന് അഡ്മിറ്റ് ആവുക. ഏപ്രിൽ 17, 6 മാസത്തെ ചികിത്സ. 6 കീമോ എടുത്തു, മാസത്തിൽ 1 വീതം കീമോ എടുത്തു. രണ്ടാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞു, മൊട്ടക്കൊച്ചായി. ആ വർഷത്തെ പരിമല പെരുന്നാൾ നവംബർ 3-ാം തീയതിയായിരുന്നു. നവംബർ 3-ാം തീയതി അവൾ RCCയിൽ നിന്ന് ഡിസ്ചാർജായി ഒരു മൊട്ടക്കൊച്ചായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി വന്നു. പിന്നീട് തുടർ ചികിത്സയാണ്. 2 വർഷത്തെ തുടർ ചികിത്സയ്ക്കിടയിൽ ഒരു ദിവസം അവൾക്ക് ബ്ലഡ് വേണ്ടി വന്നിരുന്ന ഒരു ദിവസം അവളോടൊപ്പം ഞാൻ ആശുപത്രിയിൽ ചെന്നു. പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ മരുന്ന് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് ലോഡ് ചെയ്യുന്നവരെ നമുക്കൊരു ടോക്കൺ തന്ന് പുറത്തിരുത്തും. ടോക്കൺ വിളിക്കുമ്പോൾ നമ്മൾ അകത്ത് ചെല്ലുക, മരുന്ന് ലോഡ് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് എവിടെയാണോ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് അങ്ങനെ, അല്ലെങ്കിൽ ട്രിപ്പ് ഇടുകയാണെങ്കിൽ അങ്ങനെ. കുഞ്ഞുങ്ങളാണ് രോഗികളെങ്കിൽ കുഞ്ഞിനൊപ്പം മാതാപിതാക്കൾ ഒരാൾക്ക് കയറി ചെല്ലാം. അതല്ല, മുതിർന്നവരാണ് രോഗിയെങ്കിൽ ആ രോഗി മാത്രമേ കയറി ചെല്ലാനൊക്കൂ. അല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലർ ഛർദ്ദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കിറ്റും പിടിച്ച് കൂടെ ഒരാൾ കൂടെ കയറി ചെല്ലാം. ഇവൾ ഒമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലൊരു ചെറിയ കിറ്റും പിടിച്ച് ഞാൻ ഇവളൊപ്പം കയറി ചെന്നു. ഞാൻ കയറി ചെല്ലുമ്പം കാണുന്ന കാഴ്ച, ഒരു മനുഷ്യന്റെ തോളത്ത് ഒരു കുഞ്ഞിരുന്നിട്ട് കുഞ്ഞിങ്ങനെ കൈ സിസ്റ്ററിന് നേരെ തിരിച്ചു പിടിച്ചിരിക്കുക. എന്നിട്ട് തല നേരെ തിരിച്ചു വെച്ചിട്ട് പറയുക, കുത്തിച്ചോ കുത്തിച്ചോ, എനിക്ക് വേദനിച്ചിരുന്നില്ല, എനിക്ക് എൻ്റെ വാവയെ കാണാൻ പോകണം. കുത്തിക്കോ കുത്തിക്കോ, എനിക്ക് വേദനിക്കുന്നില്ല, എനിക്ക് എൻ്റെ വാവയെ കാണാൻ പോകണം. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ അച്ഛനോട് കാര്യം തിരക്കുന്നത്. ആ മനുഷ്യൻ പറയുകയാണ്, ജന്മനാ 2 കാലുകൾക്കും വൈകല്യമുള്ള കുഞ്ഞ്. ഇപ്പോൾ ഇതാ 1 മാസം മുന്നേ അതിന് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി ആദ്യത്തെ കീമോ 1 മാസം മുന്നേ എടുത്തു. രണ്ടാമത്തെ കീമോ എടുക്കാൻ വേണ്ടി മരുന്ന് ലോഡ് ചെയ്ത് വെച്ചിട്ട് 3 ദിവസമായി. ഇവനോട് നല്ലോണം ഭക്ഷണം കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, എന്നിട്ട് നാളെ രാവിലെ ഓടിക്കളിക്കരുത്, നാളെ രാവിലെ വരണം എന്ന് പറയുമ്പോൾ ഇവൻ ഇങ്ങനെ 3 വയസ്സുള്ള കൊച്ചിനോട് ഓടിക്കളിക്കരുതെന്ന് പറഞ്ഞാൽ ചെയ്യുമോ? കഴിക്കാൻ പറഞ്ഞു കൊടുത്താൽ ഭക്ഷണം കഴിക്കുമോ? പല പ്രശ്നങ്ങളാണ്. അതിനിടവിലാണ് ഈ കുഞ്ഞ് ഇത്. അതിനൊപ്പം ഈ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ ഇന്ന് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചയിൽ കുഞ്ഞിന്റെ കയ്യിൽ ഇങ്ങനെ സിസ്റ്റർ അടിച്ചു നോക്കുക, എന്നിട്ട് തടവിയൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോയി നല്ലോണം ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് നാളെ കൊണ്ടുപോവാ എന്ന് പറയുന്ന നിമിഷമാണ് ഇവൻ പറയുന്നത്, കുത്തിക്കോ കുത്തിക്കോ, എനിക്ക് വേദനിക്കുന്നില്ല, എനിക്ക് എന്നെ വാവയെ കാണാൻ പോകണം. അന്വേഷിച്ചപ്പോൾ പറയുക, തലേന്ന് രാത്രി ഈ കുഞ്ഞിന്റെ അമ്മ തൊട്ടപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുഞ്ഞിന് ജന്മമേകി. അതിനെ കാണാൻ പോകാനുള്ള വ്യഗ്രതയിൽ തന്റെ വേദനകളെല്ലാം മറന്നുവെച്ച ആ കുഞ്ഞ് 3 വയസ്സുകാരൻ പറയുകയാണ്, എനിക്ക് വേദനിക്കുന്നില്ല, എനിക്കെന്റെ വാവയെ കണ്ടാ മതി. നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും? ജോസഫ് എന്ന മനുഷ്യൻ തന്റെ സഹോദരന്മാരിലൂടെ 400 വർഷങ്ങൾക്കിപ്പുറം അസ്ഥികൾ നടന്നു തുടങ്ങുന്നത് ഇതുപോലെയാണ്. തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആ വേദഭാഗം പോയി ഇനിയുള്ളത് വായിക്കുക. 10 പേര് ചേർന്ന് ക്ഷാമകാലത്ത് ധാന്യം വാങ്ങാൻ വരുമ്പോ ഇവർ തന്നെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ ഒന്ന് വിരട്ടിയേക്കിന് നിർത്തുമ്പോഴാ രൂപൻ പറയുകയാണ്, നാം കൊന്നുകളഞ്ഞവന്റെ ചോര ഇന്ന് നമ്മളോട് പ്രതിപകരം ചെയ്യുന്നു. കേട്ടുനിന്നവന് സഹിക്കാൻ വയ്യാതെ തൊട്ടപ്പുറത്തെ മുറിയിൽ പോയി നിന്ന് നിലവിളിക്കുന്ന ഒരു യൗസേപ്പിന്റെ ചിത്രം വേദപുസ്തകം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നുണ്ട്. മറക്കാതിരിക്കട്ടെ, ജോസഫിനെ വിറ്റുകളഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 20 വെള്ളിക്കാശിന് തന്റെ സഹോദരങ്ങളല്ല, മറിച്ച് അവൻ തന്നെ വിറ്റുകളഞ്ഞു. ആർക്കു വേണ്ടി? തന്റെ കുടുംബത്തിന് വേണ്ടി. എത്രയോ പേർ നമ്മുടെ തന്നെ കുടുംബത്തിൽ സൈലന്റായി ഇങ്ങനെ നിന്ന് നമ്മുടെയൊക്കെ നല്ല ഭാവിക്ക് വേണ്ടി തങ്ങളുടെയൊക്കെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയുമോ? അല്ലെ തന്നെ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളായവർ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ, എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട് ഈ മണ്ണിൽ, അല്ലേ?
പഠിക്കാൻ നിവൃത്തിയില്ലാഞ്ഞും ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞും വേദന കൊണ്ട് പൊളയുമ്പോ അടുത്തിരിക്കാൻ മക്കൾ കൂടെ ഇല്ലാഞ്ഞ് വേദനയോടെ ഇരിക്കുമ്പോ നമുക്കൊരു ചെറുപുഞ്ചിരി കൊണ്ട് പോലെയെങ്കിലും അവരെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ തിരിയുമെങ്കിൽ, എങ്ങനെയൊക്കെ സാക്ഷ്യത്തിന്റെ അസ്ഥിയായി നമ്മുടെ ജീവിതം മാറുമെങ്കിൽ, മറിച്ച് സ്വപ്നങ്ങളുള്ള ഒരു അസ്ഥിക്കൂമ്പാരമായി നമ്മുടെ ശരീരം തീരുമെങ്കിൽ, തീർച്ചയായും ദൈവം നമ്മെ വഴി നടത്തും. എവിടേക്ക്? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക്. അതിനുമപ്പുറം ദൈവരാജ്യത്തിലേക്ക് നമ്മെ വഴി നടത്തുമെന്ന് നമ്മൾ മറക്കാതിരിക്കുക. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. പാലും തേനും ഒഴുകുന്ന സ്വർഗീയ കനാൻ, അതിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് മറക്കാതിരിക്കട്ടെ. അതുകൊണ്ട് യൗസേപ്പ് കണ്ടതുപോലെ വലിയ ദർശനം നമുക്കുണ്ടാകട്ടെ. ദൈവം ഒരു നാൾ നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അന്നാളിൽ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ശപഥം ചെയ്യിക്കാം. അവർ താങ്ങും. 400 അല്ല 4000 വർഷം പിന്നിട്ടാലും നമ്മുടെ അസ്ഥികൾ ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ നിന്ന് അവർ ചുമക്കും. എവിടേക്ക്? ദൈവരാജ്യത്തിലേക്ക്. മറക്കാതിരിക്കട്ടെ. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇനിയുമുണ്ട് ഭാഗങ്ങൾ. ഞാൻ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാവുന്നല്ലോ. ദൈവം നിശ്ചയമായും നിങ്ങളെ സന്ദർശിക്കും. അതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ സ്വപ്നം. അന്നാളിൽ ഈ അസ്ഥികൾ പൂത്തുലഞ്ഞ് എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് നടന്നു വരുവാൻ, ഈ സന്തോഷം ദൈവരാജ്യത്തിൽ പങ്കുവെക്കുവാൻ ദൈവം നമുക്ക് ഇട നൽകേണ്ടത് നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ സാഹചര്യങ്ങളിലൂടെ പനിയുടെ അവസ്ഥയിലായിരുന്നു എങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൾ കേട്ടു നിന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും സഹവികാരിമാരോടും പ്രത്യേകമായി നന്ദി പറയുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൽ ഒറ്റയ്ക്കായി പോകാതിരിക്കാൻ, അല്ലേ? ഒറ്റയ്ക്കായി പോയി എന്ന തോന്നൽ നമുക്കുണ്ടാകാതിരിക്കാൻ നമ്മുടെ സഹോദരങ്ങളെ മുഴുവൻ ചുറ്റും നമുക്ക് നിർത്താം. ദൈവം നമുക്ക് ആ വലിയ സ്വപ്നങ്ങളിലേക്ക്, ദൈവം നമ്മെ സന്ദർശിക്കുന്ന വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മെ നയിക്കട്ടെ. അതിന് സാക്ഷ്യത്തിന്റെ അസ്ഥികളായി ജീവിക്കുവാൻ ദൈവം നമുക്ക് ഇട നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.